എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മഷ്റൂം റോസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഒരു വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മഷ്റൂം കൊണ്ട് പലതും ഉണ്ടാക്കുന്നുണ്ട്. മഷ്റൂം മസാലക്കറി വെക്കും, കുറച്ച് ഗ്രേവിയിൽ വെക്കും. ഇത് ഗ്രേവി ഒന്നും ഇല്ലാതെ ഒരു വെറൈറ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക. മഷ്റൂം ചപ്പാത്തിക്ക് ഒക്കെ കഴിക്കാം, എല്ലാത്തിക്കും കഴിക്കാവുന്നതാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം, വരൂ. ഇതൊരു കുറച്ച് മഷ്റൂം, ഒരു പാക്ക് മഷ്റൂം ആണത് കേട്ടോ. ഇത് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കുറച്ച് ജാസ്തി ഉണ്ട് കേട്ടോ, അരമുറി ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളി ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിയില കുറച്ചുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയുണ്ട്. ഇതിലെപ്പോഴും വെളിച്ചെണ്ണ ഉണ്ടാക്കണം, അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് സ്റ്റവ് കത്തിക്കാം, ഒന്ന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായ ആദ്യം ഈ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇടാം. ഇതൊന്നൊരു നല്ല ബ്രൗൺ ആയില്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ ആവണത്. അതൊന്ന് ഫ്രൈ ആവില്ല, ഒന്ന് കളർ മാറി വരണം. ഇത് കുറച്ച് ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കുറച്ചിടാം. അതും ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി ഇടാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഒന്ന് പാടട്ടെ ചെറുതായിട്ട്. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് സവാള ഇടാം. ഇതൊരു 3 സവാള കുറച്ച് വലുതെടുത്തതാണ് കേട്ടോ, വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഈ സവാള നന്നായിട്ടൊന്ന് മൂത്ത് കളർ മാറി വരട്ടെ. ഒരര സ്പൂണോളം ഉപ്പും കൂടി ഇടുകയാണ് ഞാൻ, എന്നാൽ വേഗം ഒന്ന് വാടിക്കിട്ടും. കുറച്ച് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ലേശം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിരുന്നു. ഇനി കുറച്ച് പച്ചമുളക്, ഒരു 3-4 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വാട്ടണം. ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാറുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. ഏകദേശം കുറച്ച് വാടി വന്നിട്ടുണ്ട്. സിമ്മിൽ വെക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, മറ്റേ എരിവുള്ള മുളകല്ല. ഒരു 1.5 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഏകദേശം 1 സ്പൂൺ ഇടുകയാണ്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂണ് ഏകദേശം ഞാൻ ഇടുന്നുണ്ട്. അല്ലാണ്ട് വേണ്ട, എന്നാലും 1 സ്പൂൺ ഏകദേശം ഇടുന്നുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. ഇനി അതൊന്ന് മൂക്കട്ടെ. ഇത് 1 മിനിറ്റോളം ഒന്ന് വാട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. എന്നിട്ടൊരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കണം. ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇളക്കി ആ തക്കാളീൻ്റെ ചൊവ്വൊന്ന് പോകട്ടെ, പച്ച ചൊവ്വൊന്ന് പോകണം. അത് ഇളക്കിയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച മഷ്റൂം ഇതിലേക്ക് ഇടാം. ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട. മഷ്റൂം തന്നെ നിറയെ വെള്ളം ഉണ്ടാവും. മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് നേരം അത്രേ വേണ്ടുള്ളൂ. മഷ്റൂം വേവാൻ അധികം സമയമൊന്നും വേണ്ട. 1 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഇപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. മഷ്റൂമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇടാം, മിക്സ് ചെയ്യാം. ഒരു പെരുംജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിൽ നിൽക്കണം.
കുറച്ച് പച്ചമുളക് വെറുതെ ഇടാം അതിൻ്റെ മേലെ, ബാക്കിയുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ മീതെ ലേശം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു ഫ്ലേവറിന് ഇട്ടിട്ടുണ്ട്, എന്നാലും ലേശം ഒരു പിഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.